നമസ്കാരം. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ച് ദേവസ്വം വിജിലൻസ് അന്വേഷണം തുടങ്ങി. ദേവസ്വം വിജിലൻസിന് മുന്നിൽ മൊഴിയും ബാങ്ക് രേഖകളും ഹാജരാക്കിയാണ് അദ്ദേഹം പ്രതികരിച്ചത്. തന്നെ ആരും പ്രതിക്കൂട്ടിൽ നിർത്താൻ ശ്രമിച്ചിട്ടില്ലെന്നും സത്യം പുറത്തു വരുമെന്നും അദ്ദേഹം ആവർത്തിച്ചു. നേരത്തെ ഹൈക്കോടതിയിൽ ഇൻകം ടാക്സ് അടച്ചതിന്റെ വിശദാംശങ്ങൾ പോറ്റി സമർപ്പിച്ചിരുന്നു. എന്നാൽ അക്കൗണ്ടുകളിൽ കോടിക്കണക്കിന് രൂപയുടെ ഇടപാടുകൾ നടന്നതായി ദേവസ്വം വിജിലൻസിന് തെളിവുകൾ ലഭിച്ചിരുന്നു. ഇതിനെ തുടർന്നാണ് അന്വേഷണം. തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് റിയൽ എസ്റ്റേറ്റ് ഇടപാടുകൾ ഉണ്ടെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ ഇടപാടുകളുമായി ബന്ധപ്പെട്ട് ലഭിച്ച പണം, മറ്റ് വ്യക്തികളുമായിട്ടുള്ള ബന്ധങ്ങൾ എന്നിവയെക്കുറിച്ചും വിശദമായി ചോദിച്ചറിഞ്ഞു. മണ്ണന്തലയിൽ വാടകയ്ക്ക് നൽകിയിരുന്ന വീട്ടിലെ കാർ കത്തിയ സംഭവവുമായി ബന്ധപ്പെട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെ മുൻപ് ഒരു കേസ് നിലവിലുണ്ടായിരുന്നു. എന്നാൽ ഈ കേസിൽ അദ്ദേഹത്തെ കുറ്റക്കാരനായി കണ്ടെത്താനായില്ലെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. ഈ വിഷയത്തിലും വിശദാംശങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. സ്വർണ്ണപ്പാളി സംബന്ധിച്ച വിഷയത്തിൽ പതിവ് പ്രതികരണം തന്നെയായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. ആവർത്തിച്ചുള്ള ചോദ്യങ്ങൾക്ക് മുന്നിൽ തനിക്ക് സഞ്ചാര സ്വാതന്ത്ര്യം വേണമെന്നും അദ്ദേഹം നിലപാടെടുത്തു. സ്വർണ്ണപ്പാളി വിഷയത്തിൽ വരും ദിവസങ്ങളിൽ ദേവസ്വം ഉദ്യോഗസ്ഥരുടെയും സ്പോൺസർമാരായിരുന്നവരുടെയും മൊഴിയെടുക്കാൻ സാധ്യതയുണ്ട്. സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട കേസുകളിൽ അന്വേഷണം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നും ദേവസ്വം വിജിലൻസ് ആലോചിക്കുന്നുണ്ട്. ഈ അന്വേഷണം പോറ്റിയുടെ സാമ്പത്തിക സ്രോതസ്സുകളെയും ഇടപാടുകളെയും സംബന്ധിച്ചുള്ള ദുരൂഹതകൾ നീക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതേസമയം ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളിൽ സ്വർണം പൂശിയ പാളികൾ ചെമ്പാണെന്ന് രേഖപ്പെടുത്തിയതിനു ശേഷം ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്നുണ്ടായ നടപടികൾ വൻ വിവാദങ്ങൾക്ക് വഴിവെക്കുകയാണ്. സ്വർണ്ണപ്പാളി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറിയപ്പോൾ മേൽനോട്ടം വഹിക്കേണ്ട തിരുവാഭരണ കമ്മീഷണർ യോഗത്തിൽ പങ്കെടുത്തില്ല എന്നത് സംശയങ്ങൾക്ക് ബലം നൽകുന്നു. പാളികൾ പുനഃസ്ഥാപിച്ചപ്പോൾ ഭാരം പോലും കണക്കാക്കിയില്ലെന്ന് വ്യക്തമാക്കുന്ന മഹസർ റിപ്പോർട്ട് പുറത്തു വന്നതോടെയാണ് വിഷയത്തിൽ കൂടുതൽ ദുരൂഹത ഉടലെടുത്തത്. 1999 പൊതിഞ്ഞ സ്വർണം പെട്ടെന്ന് നശിക്കില്ലെന്ന് ജോലി ചെയ്ത ജ്വല്ലറി ഉടമ വ്യക്തമാക്കിയിട്ടും 2019 ജൂലൈ 5 ദേവസ്വം ബോർഡ് സ്വർണത്തെ ചെമ്പായി രേഖപ്പെടുത്തുകയായിരുന്നു. ഈ നടപടി ആസൂത്രിത അട്ടിമറിയാണെന്ന് സൂചിപ്പിക്കുന്നു. ശില്പങ്ങളുടെ പാളി കൈമാറാൻ ഉത്തരവുണ്ടായിരുന്നെങ്കിലും 2019 ജൂലൈ 20 നടന്ന കൈമാറ്റ ചടങ്ങിൽ തിരുവാഭരണ കമ്മീഷണർ വി ബൈജു പങ്കെടുത്തില്ല. മഹസറിൽ ഒപ്പിടുകയോ ഒരു ഉദ്യോഗസ്ഥനെ ചുമതലപ്പെടുത്തുകയോ ചെയ്തില്ല. ഇതോടെ സ്വർണ്ണപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഇഷ്ടാനുസരണം കൈകാര്യം ചെയ്യാൻ അവസരമുണ്ടായി. സെപ്റ്റംബർ 11 സ്വർണം പൂശിയ പാളികൾ തിരിച്ചെത്തിച്ചപ്പോഴും തിരുവാഭരണ കമ്മീഷണറോ വിദഗ്ധരോ ഉണ്ടായിരുന്നില്ല. തിരിച്ചെത്തിയ പാളികളുടെ ഭാരം പോലും കണക്കാക്കാതെ പുനഃസ്ഥാപിക്കുകയായിരുന്നു. മേൽശാന്തി തന്ത്രി പരിശോധിച്ചതായി മഹസറിൽ രേഖപ്പെടുത്തിയെങ്കിലും ഒപ്പിട്ട മേൽശാന്തി തന്നെ ദേവസ്വം ബോർഡിന്റെ നിർദ്ദേശപ്രകാരമാണ് ഒപ്പിട്ടതെന്ന് വെളിപ്പെടുത്തിയത് ദുരൂഹത വർദ്ധിപ്പിക്കുന്നു. ദ്വാരപാലക ശില്പങ്ങൾക്ക് നിറം മങ്ങിയതായി ശ്രദ്ധിച്ചിരുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഇതാര്, എന്തിനു വേണ്ടിയാണ് ശില്പങ്ങൾ മാറ്റാൻ തീരുമാനിച്ചതെന്ന ചോദ്യം ബാക്കിയാക്കുന്നു. പീഠം കാണാതായ സംഭവത്തിൽ സഹപ്രവർത്തകനെ പഴിചാരിയാണ് നേരത്തെ പോറ്റി മൊഴി നൽകിയത്. സുഹൃത്തായ വാസുദേവിന് കൈമാറിയ പീഠം കാണാതാവുകയായിരുന്നുവെന്നും പരാതി ഉന്നയിച്ച ശേഷം തിരിച്ചു കൊണ്ടുവെക്കുകയുമായിരുന്നുവെന്നാണ് മൊഴി. അതേസമയം സ്വർണ്ണപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറിയ സമയത്തുള്ള ഉദ്യോഗസ്ഥരുടെ മൊഴിയും വിജിലൻസ് രേഖപ്പെടുത്തും. അന്വേഷണം രഹസ്യമാക്കണമെന്നാണ് ഹൈക്കോടതി നിർദ്ദേശം. അന്വേഷണ രഹസ്യങ്ങൾ ചോരരുതെന്ന് എസ്.പിക്ക് കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിവാദത്തിൽ ആരോപണ വിധേയൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹായികളെയും ഉടൻ ചോദ്യം ചെയ്യും. വാസുദേവൻ പോറ്റി, അനന്ത സുബ്രഹ്മണ്യം, രമേശ് എന്നിവരെയാണ് വരും ദിവസങ്ങളിൽ ചോദ്യം ചെയ്യുക. ചോദ്യം ചെയ്യലിൽ ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് ഹാജരാകാൻ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള നോട്ടീസ് ഇവർക്ക് നേരത്തെ തന്നെ ദേവസ്വം വിജിലൻസ് നൽകിയിരുന്നു. ദേവസ്വം വിജിലൻസ് അന്വേഷണം നടത്തുമ്പോൾ മറുവശത്ത് പ്രാഥമിക അന്വേഷണം നടത്താനുള്ള നിയമോപദേശം തേടിയിരിക്കുകയാണ് പോലീസ്. നിയമോപദേശം ലഭിച്ചാൽ പത്തനംതിട്ട എസ്.പിയുടെ നേതൃത്വത്തിൽ പ്രാഥമിക അന്വേഷണം തുടങ്ങും. സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് ദേവസ്വം ബോർഡും ഹൈക്കോടതിയെ സമീപിക്കും. ശബരിമലയിൽ നിന്ന് തനിക്ക് ചെമ്പുപാളിയാണ് ലഭിച്ചതെന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വാദത്തോടെ സർക്കാരും ദേവസ്വം ബോർഡും പ്രതിരോധത്തിലായിരിക്കുകയാണ്.